ഉണ്ടായിരുന്നു. അവരും മരണപ്പെട്ടു പോയി. താജുൽ അഫ്സൽ തങ്ങൾ നമ്മളോട് വിട്ടുതിരിച്ചു പോയി. അതുപോലെ ബഹുമാനപ്പെട്ട മുറത്ത് സാദാത്ത് തങ്ങൾ എത്രയോ പെട്ടെന്ന് നമ്മളെ വിട്ടുതിരിച്ചു പോയി. അങ്ങനെ എല്ലാ സയ്യിദന്മാരും ആരെങ്കിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോഹിനികളെ, നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ നിങ്ങളെല്ലാവരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും നാം പ്രവർത്തിക്കുകയും ചെയ്യണം. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കണം. ഒരു ചെറിയ ചരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ നമ്മുടെ ഈമാനെ അവർ തകർത്തിക്കളയും, അവർ ഒറ്റിക്കൊണ്ടുപോകും. അത് നാം വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് ഖബറിൽ ആരാണ് ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നമുക്ക് എത്രയെത്ര ഖാദിമീങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ശിഷ്യന്മാരുണ്ട്. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കും, പടത്തറമ്പേ എനിക്ക് വെള്ളം വേണമെന്ന് ഉദ്ദേശിക്കുമ്പോഴേക്ക് അത് കൊണ്ട് തരാൻ ആളുണ്ട്, എനിക്ക് കുപ്പായിട്ട് തരാൻ ആളുണ്ട്, അലക്കി തരാൻ ആളുണ്ട്, അത് ഇത്തിരി വെച്ച് തരാൻ ആളുണ്ട്, എനിക്ക് കുപ്പായത്തിന് കുറുക്കിട്ട് തരാൻ ആളുണ്ട്. ഇങ്ങനെ എല്ലാ സംഗതിക്കും ആളുകൾ ഉണ്ട്. എന്നാൽ ഖബറിൽ ചെല്ലുമ്പോൾ ഞാൻ ഒറ്റക്കല്ലാതെ അവിടെ ആരും ഉണ്ടാവുകയില്ലല്ലോ. പടത്തുറമ്പേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം സമാധാനിക്കുന്നത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചു, മുസ്തഖീമായ വഴി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി, അമ്പിയാക്കളും സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും നടന്ന ആ വഴി, സുബ്ഹാനല്ലാഹ്, ആ വഴിയിൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് തത്നസ്സലു അലൈഹിമുൽ മലായികത്തു, അവരടുക്കൽ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ഭയപ്പെടണ്ട, ഇന്ന് ഹയാത്ത് കാലത്തും മരണത്തിന്റെ ശേഷവും നിങ്ങൾക്ക് ഞങ്ങൾ സഹായിക്കും എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുന ബഹ്റുൽ ഉലൂം എപ്പോഴും പറയുമായിരുന്നു, മലക്കുകളും എന്ന് നിങ്ങളൊന്ന് കൂട്ടിക്കൊടുക്കണം. കാരണം മലക്കുകളും കൂടാതെ മറ്റ് പല സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഖബറിലേക്ക് ചെല്ലുന്നു.